ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞതും ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നവുമായ ഒരു പച്ചക്കറിയാണ് ചുരക്ക. ചുരക്ക വെച്ച് പലതരത്തിലുള്ള കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ചുരക്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇതെൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ ചുരക്കയാണ്. വിഷമൊന്നും അടിക്കാത്ത തനി ജൈവം. ഒട്ടും മൂക്കാത്ത നല്ല കിളുന്ത ചുരക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മൂക്കാത്ത ചുരക്കയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വിത്തും തൊലിയും ഒന്നും കളയേണ്ട ആവശ്യമില്ല. ചുരക്ക പോലുള്ള പച്ചക്കറികളുടെ പോഷകങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തൊലിയിലാണ്. അതുകൊണ്ട് ഇത്തരം പച്ചക്കറികൾ തോല് കളയാതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ഞാനിവിടെ ഒരു ചെറിയ ചുരക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അല്പം കൂടി വിളഞ്ഞ ചുരക്കയാണെങ്കിൽ അതിൻ്റെ തോലും വിത്തും കളഞ്ഞെടുക്കണം. ചെറുതായി മുറിച്ചെടുത്ത ചുരക്ക ഒരു പാത്രത്തിലേക്കിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ചുരക്കയിലേക്ക്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകുന്ന വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഇവയാൽ സമ്പന്നമാണ് ചുരക്ക. മാത്രമല്ല ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയെ നോർമലാക്കാനും സഹായിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ചുരക്ക. എന്നാൽ ചുരക്ക കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ചിലരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ റെസിപ്പി. വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പല പോഷകങ്ങളും നമ്മുടെ ചുരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ചുരക്ക കറിയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കൂടി ഉള്ളതാണ് ഈ റെസിപ്പി. ചുരക്ക കൊണ്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്താൽ എത്ര ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ചോദിച്ചു വാങ്ങി കഴിക്കും. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ ചുരക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ നിന്നും മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. വേവിച്ച ചുരക്ക തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേവിച്ച 1 കപ്പ് ചുരക്കയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചുരക്കയിലേക്ക് 1 കപ്പ് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ പാല് അങ്ങനെ തന്നെ എടുക്കാട്ടോ. പിന്നെ പാല് തിളപ്പിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റും ഹെൽത്തിയും. പാലൊഴിച്ചതിന് ശേഷം ഒരൊറ്റ സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചുരക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരല്പം ബൂസ്റ്റും തരിതരിപ്പായി പൊടിച്ചെടുത്ത കാഷ്യൂ നട്ട്സും കൂടി ചേർത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ഡ്രിങ്കാണിത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്